മനസ്സാണ് ദൈവം. ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ റിയാലിറ്റി അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. തത്വമസി എന്നൊക്കെ പറയാറില്ലേ, ദൈവം നമ്മുടെ ഉള്ളിലാണെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു അത് തന്നെയാണ്. അപ്രപഞ്ച ശക്തി, യൂണിവേഴ്സൽ ലവ്, അത് നമ്മുടെ ഉള്ളിലാണെന്നാണ് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പ്രക്രിയ. വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, രൺബീർ സിംഗ്, ആലിയ ഭട്ട്, അല്ലെങ്കിൽ ഓപ്ര വിൻഫ്രി, അല്ലെങ്കിൽ വലിയ വലിയ അത്ലറ്റുകളായിട്ടുള്ള മൈക്കിൾ ഫെൽപ്സ്, ഇവരൊക്കെ ഈ വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷനെ ഒക്കെ പറ്റി പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇവരിൽ പലരും ഈ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന്റെ ഒരു ചെറിയ ക്രാഷ് കോഴ്സ് ആണ് ഈ ഒരു ക്ലാസ്. ലോ ഓഫ് അട്രാക്ഷന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങളെല്ലാം മാക്സിമം കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സർസൈസ് തരും. ആ എക്സർസൈസും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്താണ് ഏതാണെന്നൊക്കെയുള്ള ക്ലിയർ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ മാനിഫെസ്റ്റേഷനെ പറ്റിയും നമ്മുടെ ചാനലിലെ കണ്ടന്റിനെ പറ്റിയും കൂടുതൽ ആഴത്തിൽ പഠിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് വരാവുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും വാട്സ്ആപ്പ് കുടുംബാംഗങ്ങളാവുക. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുള്ള ഒരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷനും അതിന്റെ നിയമങ്ങളും ഒക്കെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കാര്യം എന്റെ ലൈഫിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് കുറെ വിജയങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. തെറ്റായ രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പരാജയങ്ങൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നതിനോടൊപ്പം എന്ത് ചെയ്തുകൂടാ എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. എല്ലാവരും സ്വപ്നം കാണുന്ന പോലെ ഒരു പവർഫുൾ ഗവൺമെന്റ് ഉദ്യോഗം, മറ്റു പലരുടെയും സ്വപ്നമായ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം, എല്ലാവരും സ്വപ്നം കാണുന്ന വിദേശ യാത്രകൾ, സമ്പത്ത്, ഇതൊക്കെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ലോ ഓഫ് അട്രാക്ഷന്റെ തത്വങ്ങൾ കൃത്യമായി എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ വെറും ഒരു ശരാശരി വ്യക്തിയാണ്. ഐക്യു വെച്ച് നോക്കിക്കഴിഞ്ഞാലും കഴിവ് വെച്ച് നോക്കിയാലും ഞാൻ വെറും ഒരു ആവറേജ് വ്യക്തി മാത്രമാണ്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുക്കാൻ സാധിച്ചതിന്റെ ഒരേ ഒരു റീസൺ മനസ്സിന്റെ ശക്തിയെ കൃത്യമായി ചാനലൈസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കൃത്യമായി ഉപയോഗിച്ചതുകൊണ്ടും മാത്രമാണ്. പണ്ട് ഞാൻ ഒരു മാസം ആഗ്രഹിച്ചിരുന്ന ഒരു സാലറി ഉണ്ടല്ലോ, അതാണ് ഇന്ന് ഞാൻ എന്റെ കൈ കെട്ടുന്ന പല വാച്ചുകളുടെയും പ്രൈസ് ടാഗ് തന്നെ. സോ ആ ഒരു ലെവലിൽ നിന്നും ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് ഞാൻ മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഉപയോഗിച്ചാണ്. അതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിൽ നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണോ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾക്കൊരു കാറാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഏത് കാർ, ഏത് കളർ, ഏത് ബ്രാൻഡ്, ഏത് മോഡൽ, അത് കൃത്യമായി മനസ്സിലുണ്ടായിരിക്കണം. അതല്ല ഒരു ജോലിയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ജോലി, ഏത് തരത്തിലുള്ള ജോലി, പ്രൈവറ്റ് സെക്ടർ ആണോ, ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ബിസിനസ് ആണോ, കൃത്യമായ ക്ലാരിറ്റി വേണം. നിങ്ങളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് വിഷ്വലൈസേഷൻ. നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഓൾറെഡി നേടിയെടുത്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. കണ്ണടച്ചത് വിഷ്വലൈസ് ചെയ്യുക. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം നേടിയെടുത്തതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും അഭിമാനവും സംതൃപ്തിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യലായി ഈ ഒരു നിമിഷം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. കാര്യം എപ്പോഴും മാനിഫെസ്റ്റേഷൻ ആദ്യമേ നടക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിലാണ്. അതിനുശേഷമാണ് അത് റിയൽ വേൾഡിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചുമ്മാ കണ്ണടച്ച് സ്വപ്നം കാണാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടുത്തെ ചലഞ്ച്. ഇപ്പൊ നിങ്ങൾക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ ആ സമ്പത്ത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ചേഞ്ചസ്, അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് വന്ന സന്തോഷം, അഭിമാനം എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു തോട്ടിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റണം. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫർമേഷൻസ്, ജേർണലിംഗ്, വിഷൻ ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു മന്ത്രം പോലെ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓൾറെഡി നേടിയെടുത്തു. താങ്ക് യു യൂണിവേഴ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. താങ്ക് യു എന്ന് പറഞ്ഞ യൂണിവേഴ്സിനോട് നന്ദി എക്സ്പ്രസ് ചെയ്യുക. കാര്യം യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഡ് ആണ് താങ്ക് യു എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻ. സോ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും താങ്ക് യുവും ഒക്കെ എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തിനെ മനസ്സിൽ സങ്കല്പിച്ച് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ യൂണിവേഴ്സിനെ മനസ്സിൽ സങ്കല്പിച്ച് പറയാം. മിനിമം ഒരു 17 സെക്കൻഡ് എങ്കിലും ക്ലിയർ കട്ട് ക്ലാരിറ്റിയിൽ ആ വിഷ്വൽസ് മനസ്സിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. അപ്പോൾ 2 സ്റ്റെപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 3ാമത്തെ സ്റ്റെപ്പാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘട്ടം. അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്തു, പിന്നെ കണ്ണ് തുറക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾ റിയൽ വേൾഡിലേക്ക് വരികയാണ്. വന്നിട്ട് അയ്യോ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച സാധനം എന്ത് കാണുന്നില്ലല്ലോ, അയ്യോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ആ ഒരു ലാക്ക്, അയ്യോ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സിഗ്നൽ അങ്ങോട്ടേ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വലൈസേഷൻ പ്രോസസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആ ഒരു കാര്യം യൂണിവേഴ്സിനെ അങ്ങ് ഏൽപ്പിച്ചു, അതിന് യൂണിവേഴ്സ് നോക്കിക്കോളൂ, യൂണിവേഴ്സ് അത് ടേക്ക് കെയർ ചെയ്തോളും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മളതൊരു ഒരു വിത്ത് നടുന്ന പോലാണല്ലേ. നിങ്ങൾ വിത്ത് നട്ട് കഴിഞ്ഞാൽ ഡെയിലി പോയി നോക്കൂ, അത് മുള പൊട്ടിയോ വേര് വന്നോ എന്നുള്ളത് പറിച്ച് നോക്കുമോ ഡെയിലി? ഇല്ലല്ലോ.
അറിയാലോ, അതാണ് ലെറ്റ് ഗോ ചെയ്യാന്നുള്ളത്. യൂണിവേഴ്സിന്റെ പ്രോസസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് എത്തല്ല, സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് അയ്യോ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് പോയി ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കുമോ, അതോ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുമെന്ന് വിശ്വസിച്ചിരിക്കും? ഇതൊരു ബിലീഫ് സിസ്റ്റത്തിന്റെ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യുക, ഒരു ബിലീവ് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ വർക്ക് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഇത് വർക്ക് ആയിരിക്കും. എന്റെ എക്സാമ്പിൾ നോക്കാതെ നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരുടെ എക്സാമ്പിൾസ് നോക്കുക. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്ഔട്ട് ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച ധാരാളം ആൾക്കാരുടെ വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇത് വർക്ക് ആവില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിലും ബൈ തിയറി അത് വർക്ക് ആവില്ല. കാര്യം നിങ്ങൾ അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവാതിരിക്കുന്നതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വർക്ക് ആവില്ല. സോ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിന് പുറത്തായിരിക്കും നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു പൈസ പോലും ചെലവില്ല. ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു പൂജാരിക്കും പൈസ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല. കിട്ടുന്നെങ്കിൽ ഗുണം മാത്രമേ ഈ പ്രോസസ് കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാര്യം ഇതിനകത്ത് ഒരു അന്ധവിശ്വാസത്തിനോ അല്ലെങ്കിൽ മറ്റു ആചാരങ്ങളോ അല്ലെങ്കിൽ മറ്റാൾക്കാരെ വെറുക്കണമെന്നോ ഒന്നും നമ്മളെന്ത് പഠിപ്പിക്കുന്നില്ലല്ലോ. പോസിറ്റീവായ മൈൻഡിനെ കീപ്പ് ചെയ്യാന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ ഒരു ന്യൂറോ സയൻസ് എന്താണെന്ന് അറിയുമോ? നമ്മുടെ തലച്ചോറാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും പറയാറുണ്ട്. കാര്യം ലോ ഓഫ് അട്രാക്ഷൻ ഒരു ന്യൂറോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിന് നമുക്ക് ന്യൂറോ സയൻസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. സോ നമ്മുടെ മോട്ടിവേഷൻ നിലനിർത്താനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാനും ഏറെ സഹായിക്കുന്ന തലച്ചോറിലൊരു ഭാഗമാണ് അമഗ്ഡല എന്ന് പറയുന്നത്. ഈ അമഗ്ഡലയ്ക്ക് ഒരു പ്രശ്നമാണ്, അതിന് അൺസർട്ടനിറ്റീസ് ഇഷ്ടമല്ല. ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടായിട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ബ്യൂറോക്രാറ്റാണ്. അപ്പൊ നമ്മൾ പ്രിസണേഴ്സിന്റെ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ഒരാളുടെ വിധി കോടതി വിധിക്കുന്ന തലേ ദിവസം അയാൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അയാൾ തൂക്കിക്കൊല്ലു, അത് ജീവപര്യന്തമായിരിക്കും, എന്താണ് വിധി എന്ന് അറിയാത്ത ഒരു അൺസർട്ടൻ സിറ്റുവേഷൻ ഉണ്ട്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷെ വൺസ് ആ വിധി വന്നു, ഒരാൾ തൂക്കിക്കൊല്ലാനാണ് വിധിക്കുന്നതെങ്കിൽ പോലും ആ തൂക്കിക്കൊല്ലുന്നതിന്റെ തലേ ദിവസം അവർ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും. കാര്യം ഉറപ്പാണ്, തൂക്കിക്കൊല്ലുന്ന ഉറപ്പാണ്. അപ്പൊ സെർട്ടൈൻ ആണ്. നമ്മുടെ അമഗ്ഡലയ്ക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാത്തത് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വമാണ്. അല്ലെ, ടു ബി ഓർ നോട്ട് ടു ബി, അതാണോ ഇതാണോ അനിശ്ചിതത്വം നമ്മുടെ അമഗ്ഡലയ്ക്ക് അങ്ങനെ അധികം പ്രോസസ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ഒരു മോട്ടിവേഷനും ഒക്കെ താഴോട്ട് വരും. ഈ ലോ ഓഫ് അട്രാക്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു സെർട്ടനിറ്റിയാണ്. നമുക്ക് ഇത് തന്നെ മതി നമ്മുടെ തലച്ചോറിന്റെ ഒരു വിഷ്വൽ പവർഫുൾ ആയിട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ അമഗ്ഡല അവിടെ നന്നായിട്ട് അങ്ങ് കൂളായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുപോലെ തന്നെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഭാഗം നമ്മുടെ ബ്രെയിനിലുണ്ട്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷൂസ് വാങ്ങിക്കണം. നിങ്ങൾ കടയിൽ പോയി ഒരു 10 ഡിസൈനുള്ള ഷൂസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, അല്ലെ ഏത് ഷൂസ് വേണമെന്നുള്ള കൺഫ്യൂഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം അവിടെ 2 മോഡലുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഒരു അവസ്ഥ അതാണ്, അതിന് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, നമ്മൾ ചോയ്സ് അല്ല, നമ്മൾ സെർട്ടനിറ്റി ആണ്. എനിക്ക് ഇത് തന്നെ മതി എന്ന് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് കൊണ്ട് പറയാം. അപ്പൊ അത് നേടിയെടുക്കാനുള്ള വിവിധ മാർഗങ്ങൾ, വിവിധമായ വാതിലുകൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ഫോർ എക്സാമ്പിൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം, ഒരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ആൾക്കാരെ ഒക്കെ ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരുടെ ലൈഫ് വളരെ പോസിറ്റീവായി ട്രാൻസ്ഫോം ചെയ്യണം എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അനുദീപ് അക്കാഡമി എന്ന് പറയുന്ന ഒരു PSC കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാ പരീക്ഷകളും ഏറ്റവും മികച്ച വിജയം നേടാനും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ ക്ലാസ്സുകൾ കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ഈ രീതിയിൽ എന്റെ തലച്ചോറിനെ ട്യൂൺ ചെയ്ത് നിർത്താൻ പറ്റിയതുകൊണ്ടാണ്. സോ അനുദീപ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ ഈ ക്ലാസ് കാണുന്നുണ്ടല്ലോ, കമന്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ അനുദീപ് അക്കാഡമി എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദി എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ മനസ്സിനെ ഷാർപ്പൻ ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം കൂൾ ഡൗൺ ചെയ്യുകയും ചെയ്യുന്ന ന്യൂറോ കെമിക്കൽസ്, ഈ റിലാക്സേഷൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും നമ്മുടെ ബോഡിയിൽ. അതൊക്കെ നമ്മുടെ മൈൻഡിന്റെ ക്ലാരിറ്റി കൂട്ടാനും നമ്മുടെ എനർജി ഹൈ ലെവലിൽ നിർത്താനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അതിന്റെ ഒരു ന്യൂറോ സയൻസ് ബാക്ക്ഗ്രൗണ്ട്. ഇതിന്റെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് അത് ഇതിനേക്കാളും അപ്പുറമാണ്, അതൊക്കെ മേലെ എന്ന് പറയാറില്ലേ. യൂണിവേഴ്സ് നമുക്ക് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ പവറും ഫ്രീക്വൻസീസും ഉണ്ട്. ഇപ്പം ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് നമുക്കറിയാലോ, സയന്റിഫിക്കലി പ്രൂവൺ ആണ്. പക്ഷെ ബ്ലാക്ക് ഹോളിനകത്ത് എന്താ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ബ്ലാക്ക് ഹോളിൽ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇതിനെ നിങ്ങൾ കണ്ടാൽ മതി, നമ്മൾ ഇപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അല്ലെങ്കിൽ 10 വർഷമാണ് ഞാൻ ഇതിന്റെ പുറയാണ്. സ്റ്റിൽ നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത വളരെ ഡീപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു സ്പിരിച്വൽ പവർ, സയൻസിന് മുകളിലായിട്ടുള്ള ഒരു സ്പിരിച്വൽ പവർ അതിനകത്തുണ്ട്. പണ്ട് പുരാതന കാലത്ത് ആൾക്കാർ ദൈവം എന്ന് വിളിച്ച അതേ കോൺസെപ്റ്റ് തന്നെ ആയിരിക്കാം യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസുകൾ ചെയ്യുക. പിന്നെ എല്ലാവരും ഡൗട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കാര്യം. എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഇപ്പൊ എന്റെ കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നൊരു കാര്യം അതാണ്, നിങ്ങൾ ഒരിക്കലും ഇത് നെഗറ്റീവ് കാര്യങ്ങൾ, മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റൊരാൾക്ക് മോശം വരാനോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരാനോ വേണ്ടി നമ്മൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. നമ്മുടെ ജീവിതം നന്നാക്കാനും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചുറ്റുമുള്ള ആൾക്കാർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് എന്തിനും, ജോബ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, യാത്രകൾ, ബിസിനസ് അല്ലെങ്കിൽ ഹെൽത്ത് നന്നാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പണ്ട് ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് അലർജി, തുമ്മൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭീകരമായിരുന്നു. ഈ ലോ ഓഫ്
അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും അതിനോടൊപ്പം പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ ചെയ്തപ്പോൾ എന്റെ ആ ഒരു സിറ്റുവേഷനെ മാറി. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ മൈഗ്രെയിൻ, ക്രോണിക് മൈഗ്രെയിൻ ആണ് എനിക്ക്. രാവിലെ ഉണരുമ്പോൾ മുതൽ തലവേദനയാണ്. അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഉണരാൻ ആഗ്രഹിക്കുന്നത്. ഒരു അത്രയും കുറച്ച് സമയം തലവേദന അനുഭവിച്ചാൽ മതിയല്ലോ എന്നുള്ള എന്റെ ചിന്ത. പക്ഷേ ഒരു മാനിഫെസ്റ്റേഷൻ ജേണിയിലേക്ക് വന്നതിന് ശേഷം എന്റെ തലവേദനയും ഹെഡേക്കും മൈഗ്രെയിനും സൈനസസും ഒക്കെ അലിഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം. സോ ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ഈ മാനിഫെസ്റ്റേഷന്റെ കോഴ്സുകളിലും ഇതിന്റെ സ്പെഷ്യൽ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ യൂട്യൂബ് വീഡിയോ വഴി നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ തരുന്നുണ്ട്. കുറെ കൂടെ ആഴത്തിൽ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ എന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ക്ലാസ്സുകളോടുകൂടി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ മാനിഫെസ്റ്റേഷനെ ടെക്നിക്സ് ഒക്കെ പഠിക്കണമെങ്കിൽ സ്ക്രീനിംഗ് കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഡിഫറെന്റ് കോഴ്സസ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് ഞങ്ങളുടെ കോഴ്സുകളിൽ എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും ലൈഫ് വളരെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ ഈ ഒരു ജേർണി കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനുള്ള എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത്. സോ നമ്മൾ ഈ വീടിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുവാണ്. നിങ്ങൾക്കുള്ള എക്സർസൈസ് എന്താണ്? എക്സർസൈസ് എന്ന് അറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്ദിയുള്ള ഒരു 100 കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് എഴുതാൻ പറ്റുമോ? നിങ്ങളുടെ പേരൻസ് ആവാം, വീടാവാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണമാവാം, നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും ആവാം. നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളൊരു 100 കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 100 കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്ത് എഴുതുക. അതിന്റെ അവസാനം താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് എഴുതുക. അങ്ങനെ ഒരു 100 കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ്, ബ്രെയിൻ കെമിസ്ട്രി കംപ്ലീറ്റ്ലി മാറും. ഇനിയാണ് ഫൈനൽ ടച്ച്. നിങ്ങൾ ഇതിൽ 101ാമതായിട്ട് എഴുതേണ്ടത് നിങ്ങൾ ലൈഫിൽ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ കാര്യം ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളത് ആ 101ാമത്തെ കാര്യമായിട്ട് എഴുതുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. തൽക്കാലം നിങ്ങൾ ഒരു ഇന്റൻഷൻ കൊണ്ടുവന്നാൽ മതി. അഡ്വാൻസ്ഡ് ടെക്നിക്സിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയം മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷെ തൽക്കാലം ഈ ഒരു എക്സസൈസിനകത്ത് നിങ്ങൾ ഒരൊറ്റ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം ഈ ഒരു എക്സസൈസും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫ് മാറി മറിയുന്നത്, സ്വിച്ച് ഇട്ട പോലെ മാറി മറിയുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മാനിഫെസ്റ്റ് ചെയ്യൂ, ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കും.